എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ശിവൻകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സോപ്പും കായയുടെ വീഡിയോ ചെയ്യാനാണ് കേട്ടോ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് കേട്ടോ സോപ്പും കായ എന്ന് പറയുന്നത്. ഇത് ഉണക്കിയാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയേക്കണേ. പച്ചയാണ് കിട്ടാറുള്ളത് കേട്ടോ. പച്ച ഒന്നും കൂടി നല്ലതാണ്. ഇതിപ്പോൾ ഉണക്കിയാണ് കിട്ടിയേക്കണേ കേട്ടോ. അപ്പോൾ കാട്ടിൽ ജീവിക്കുന്നവർ, ആദ്യ കാലത്തൊക്കെ കാട്ടിൽ ജീവിച്ചിരുന്നവർ സോപ്പിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരുതരം കായാണ് ഇട്ടത്. അപ്പോൾ ആ കായ നമ്മൾ എടുത്തതിന് ശേഷം തല്ലി വെള്ളത്തിലിടണം കേട്ടോ. അപ്പോൾ ഈ കായയുടെ പ്രാധാന്യം കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ തട്ടാന്മാരുടെ അടുത്തൊക്കെ സ്വർണ്ണമൊക്കെ വിളക്കിക്കാൻ പോകുമ്പോൾ അവർ സോപ്പ് വെള്ളം കഴുകിയെടുക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? അത് ഈ കായയുടെ വെള്ളം കേട്ടോ. അത്രയ്ക്കും പവർ ഉള്ള ഒരു കായാണ് കേട്ടത്. തുണിയൊക്കെ അലക്കുമ്പോൾ നന്നായിട്ട് വെളുക്കാൻ സഹായിക്കും ഇതിൻ്റെ ഈ നീര് കിട്ടുക. അപ്പോൾ ഞാൻ ആ കായൊക്കെ തല്ലിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ നീര് ആ വെള്ളമായിട്ടൊന്ന് മിക്സ് ആവാനാണേ. എന്നിട്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ അതിൻ്റെ പതയം എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഒരു പിടുത്തം ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലത്രത്തോളം പത കൈയിട്ട് ഇളക്കിയപ്പോൾ അത്രത്തോളം പത വന്നൂലേ. അപ്പോൾ അതാണ് ഈ കായയുടെ പ്രത്യേകത. ഇനി നമുക്കിത് ആവശ്യത്തിനെടുത്ത് തുണി അലക്കലൊക്കെ ചെയ്യാട്ടോ. തുണി അലക്കാൻ നല്ലോണം തുണിയൊക്കെ ചെളി പോകാനായിട്ട് നല്ലൊരു കായാണ് കേട്ടോ ഇത്. അപ്പോൾ തുണിയൊക്കെ അലക്കി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.